സൗദി അറേബ്യയുടെ പരസ്യമായിട്ടുള്ള എന്താണ് അവരുടെ നിലപാട്? ഞങ്ങൾ ന്യൂട്രലാണ്, ഞങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമില്ല, പീസ്ഫുൾ നെഗോഷിയേഷൻ. അതിലെവിടെ നമ്മുടെ ഇവിടെ ബുദ്ധിജീവികളൊക്കെ പറയുന്നതാണ് യുദ്ധം വളരെ മോശമാണ്, ആരും യുദ്ധം ചെയ്യാൻ പാടില്ല, യുദ്ധം ചെയ്യുന്ന വാർത്ത പോലും നിങ്ങൾ വായിക്കുന്ന നിങ്ങൾ മനുഷ്യനാണോ എന്നൊക്കെ ചോദിച്ചാൽ ആരും ഒന്നും ചെയ്യില്ല, ആർക്കും യുദ്ധം ഇഷ്ടമല്ല. പിന്നെ യുദ്ധം നിങ്ങൾ അടുത്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ അറിയുന്നത്. എല്ലാ കാര്യവും എല്ലാവർക്കും അങ്ങനെ തന്നെ. എന്നിട്ട് വലിയ വെളിപാട് പോലെ വെച്ച് താങ്ങാറുണ്ട്. അതായത് അകലെ നടക്കുന്ന യുദ്ധങ്ങൾ പറയാം, അത് നമുക്ക് പറയാം, എനിക്കും പറയാം, നിങ്ങൾക്കും പറയാം. യുദ്ധം എന്ന് പറയുന്നത് അതിർത്തിയിൽ നടക്കുന്ന ഒരു കാര്യമാകുമ്പോൾ നിങ്ങളെ അത്ര എഫക്റ്റ് ചെയ്യില്ല. ഫാർ ആൻഡ് നിയർ, ഇത് ഒരു മനുഷ്യൻ്റെ സെൻസിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം. ഒരുപാട് അകലെ, എങ്ങനെ? രണ്ട് രീതിയിൽ അകലെ. ഒന്ന് സ്പേഷ്യലായിട്ട് അകലെ, നിങ്ങളിൽ നിന്ന് ദൂരെ നടക്കുന്ന ഒരു കാര്യം. രണ്ട് ടെമ്പറലായിട്ട് അകലെ, സമയം. അതായത് ഒരു 10 വർഷത്തിന് മുമ്പേ നടന്ന ഒരു അപമാനം, 20 വർഷത്തിന് മുമ്പേ നടന്ന ഒരു അപമാനം, 30 വർഷത്തിന് മുമ്പുള്ള ഒരു സർജറി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിലുള്ള ട്രോമയും പെയിനും കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ മരണങ്ങളൊക്കെ ആളുകൾ സഹിച്ച്, നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. നിയർ ആയിട്ടുള്ള കാര്യങ്ങൾ, തൊട്ട് മുന്നേ നടന്ന കാര്യങ്ങളിൽ നിങ്ങളിപ്പോഴും വിതിമ്പിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എന്താ പറയുന്നത്, നെടുവീർപ്പുകളുണ്ടാവും. അതേപോലെ നിങ്ങളുടെ വീടിൻ്റെ നടക്കുന്ന വിഷയവും തൊട്ടടുത്ത വീട്ടിൽ നടക്കുന്ന വിഷയവും തൊട്ടടുത്ത വാർഡ് പഞ്ചായത്ത് വെച്ച് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ആഘാതവും അതിനെക്കുറിച്ചുള്ള സെൻസിബിലിറ്റി എല്ലാം കുറഞ്ഞു വരും. അത് സാധാരണ ഇതിലുള്ളതാണ്. മനുഷ്യൻ്റെ എന്നല്ല, എല്ലാവരുടെയും മസ്തിഷ്കം അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി തിരിച്ചാണെങ്കിൽ അതിനേക്കാൾ പ്രശ്നമാണ്. ഇപ്പോൾ പണ്ട് എമേഴ്സൺ ചോദിച്ചോണം, ആഫ്രിക്കയിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്, അതിൻ്റെ പേരിലാണ് നിങ്ങൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും നിങ്ങളുടെ വീട്ടിലും നാട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത് നിൽക്കുന്നതിനോട് മര്യാദ കാണിക്കാത്ത നിങ്ങൾ മനുഷ്യനാണോ? അടുത്ത നിൽപ്പോ ഒരു അനുജനോട് നോക്കാൻ അക്ഷികളില്ലാത്തവർ അരൂപഡിങ്കൻ അദൃശ്യനായാൽ അതിലെന്താ ആശ്ചര്യം എന്ന് ചോദിക്കുന്നൊരു ഇതുണ്ട്. അതേപോലെ തൊട്ടടുത്ത് നടക്കുന്നതിനോട് മര്യാദ കാണിക്കുന്നില്ല, അവനാണ് ആമസോൺ കാടുകൾ കത്തുമ്പോൾ ബഹളം ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ പൊതുവായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ ഇതാണ് മുഹമ്മദ് ബിൻ സൽമാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. സൽമാൻ ഈ യുദ്ധം തുടരണം. ഈവൻ ഞാൻ ഇന്നൊരു പത്രത്തിൽ വായിക്കുകയുണ്ടായി, ലാൻഡ് ഫോഴ്സിനെ അയക്കാം, അമേരിക്ക യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ ലാൻഡ് ഫോഴ്സിനെ അയക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ പരുവപ്പെടുത്തി തരാം. എന്തായാലും ഈ റെഷീം അവിടെ നിർത്താൻ പാടില്ല എന്ന് സൗദി അറേബ്യ ശക്തമായി പറയാൻ തുടങ്ങി. ഇവിടെ പല ആളുകൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും. അവർ മതം മാത്രമാണ് നോക്കുന്നത്. പിന്നെ അവരെന്ത് ചിന്തിക്കുന്നു അതേപോലെ ചിന്തിക്കാൻ ബാധ്യസ്ഥരായ വേറെ കുറേ ആൾക്കാരുണ്ട്. അവരുടെ കാര്യം പിന്നെ പറയുകയേ വേണ്ട. അടിമത്തം നിരോധിക്കപ്പെട്ട ഒരു രാജ്യമാണ്, സംസ്ഥാനമാണ് കേരളം. പക്ഷേ നല്ല ശതമാനം ആളുകളും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അക്കോർഡിംഗ് ടു ന്യൂയോർക്ക് ടൈംസ് എന്ന് പറഞ്ഞാൽ നമ്പർ 1 ട്രംപ് വിരുദ്ധ പത്രമാണ്, നമ്മുടെ CNN പോലെ. The Saudi Crown Prince has in recent discussions with the Trump pushed for a sustained pressure on Iran. He argued that the ongoing US-Israel military campaign presents a historical opportunity to remake Middle East ഒന്ന് പുനർനിർമ്മിക്കാൻ പവർ ഇക്വേഷൻസ് വെച്ചും എല്ലാം ഒരു സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് നല്ലൊരു അവസരമാണിത്. ഒരിക്കലും ഇവിടെ വെച്ച് കളഞ്ഞിട്ട് പോകരുത് എന്ന് സൽമാൻ ട്രംപിനോട് പറയുകയാണ്. പക്ഷേ പരസ്യമായിട്ട് ഇങ്ങനെ കള പോലെ ഇങ്ങനെ എഴുതുന്നുണ്ട്, സൗദി അറേബ്യക്ക് യുദ്ധത്തിൽ ഇടപെടാൻ താല്പര്യമില്ല, ന്യൂട്രലാണ്, ഇതിനൊരു മീനിങ് കൺക്ലൂഷൻ വേണം, യുദ്ധം ഒന്നിനും പരിഹാരമല്ല, യുദ്ധം വളരെ അഗ്ലിയാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ തള്ള. അതാണ് സൗദി അറേബ്യയുടെ ഔദ്യോഗിക നിലപാട്. പക്ഷേ ബിഹൈൻഡ് ദ കട്ടൻസ്, ബിഹൈൻഡ് ദ സീൻസ് എന്താണ് സൗദി ചെയ്യുന്നതെന്നാണ് ഈ പറയുന്നത്.